അറിയാലോ, മമ്മൂട്ടിയാണ്. ഈ ഒരു സിനിമയെക്കുറിച്ച് സംസാരിക്കുന്നതിന് മുമ്പ് സിനിമയുടെ സ്റ്റോറി എന്താണെന്നും ആ ഒരു ക്യാരക്ടർ ആരാണെന്നും സൈനൻ മോഹൻ എന്ന് പറയുന്ന ഒരു സീരിയൽ കില്ലറിനെ ഇൻസ്പയർ ചെയ്തിട്ടാണ് ആ ഒരു ക്യാരക്ടർ ബിൽഡ് ചെയ്തിരിക്കുന്നതും ആ ഒരു കില്ലറിന്റെ ക്യാരക്ടറാണ് ഇവിടെ മമ്മൂക്ക ചെയ്യുന്നതും ഇതൊക്കെ നമുക്കറിയാം. അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോറി എങ്ങോട്ടാണ് പോകുന്നത്, എങ്ങനെയാ പോകുന്നത്, അതിന്റെ ഒരു ഐഡിയ നമുക്കുണ്ട്. പക്ഷെ ഞാൻ ഏറ്റവും കൂടുതൽ വെയിറ്റ് ചെയ്യുന്ന പറഞ്ഞാൽ മമ്മൂക്കയുടെ ഒരു പെർഫോമൻസ്, അതായത് ആ ഒരു സീരിയൽ കില്ലർ ആയിട്ട്. അല്ലെങ്കിൽ മമ്മൂക്ക ഓൾറെഡി നെഗറ്റീവ് റോൾസ് ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ബ്രഹ്മയുഗം ആയാലും ശരി, ഇതിനു മുമ്പുള്ള മൂവീസ് ആയാലും മൂപ്പര് വേറെ ലെവൽ തന്നെയായിരുന്നു. പക്ഷെ ഈ ഒരു ക്യാരക്ടർ, അതായത് സീരിയൽ കില്ലറിലോട്ട് വരുമ്പോൾ ഈ ഒരു ക്യാരക്ടറിനെ മമ്മൂക്ക എങ്ങനെ പ്രസന്റ് ചെയ്യും, ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിൽ തന്നെ ഭയങ്കര ഒരു കിടിലൻ ലുക്കൊക്കെ ആയിരുന്നു. സോ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു ആ ഒരു ക്യാരക്ടർ കാണാനായിട്ട്, അല്ലെങ്കിൽ ആ ഒരു പീക്ക് വില്ലനിസം കാണാനായിട്ട്. സോ സിനിമ കണ്ടു കഴിഞ്ഞപ്പോൾ മമ്മൂക്കയുടെ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഹി ഈസ് നോട്ട് ദ വില്ലൻ, ഹി ഈസ് എ ഡെവിൽ. ആ ലെവൽ ഓഫ് ഒരു ക്യാരക്ടർ പെർഫോമൻസ് ആണ് ഞാൻ സിനിമയിൽ കണ്ടത്. സ്റ്റാർട്ടിങ് സീൻ ടു ദ എൻഡ് മൂപ്പറുടെ ഓരോ എക്സ്പ്രഷൻസും ഞാൻ അത് എങ്ങനെ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്യണം, അത് എങ്ങനെ പറഞ്ഞു തരണമെന്ന് എനിക്ക് അറിയത്തില്ല. പറഞ്ഞ സ്പോയിലായിപ്പം ഓരോ സീക്വൻസിലും മൂപ്പറുടെ ഒരു എക്സ്പ്രഷൻ ഉണ്ടല്ലോ ആസ് ആ ഒരു സീരിയൽ കില്ലർ. അതായത് രണ്ട് ഭാവങ്ങളാണ്, അതായത് ഒരു നോർമൽ ഹ്യൂമൻ ബീനുമാണ്, അയാൾ ഒരു സീരിയൽ കില്ലറുമാണ്. അങ്ങനെ രണ്ട് ഫേസിൽ കൂടി കടന്നു വന്ന ഒരു ക്യാരക്ടറിന്റെ എക്സ്പ്രഷൻസ് ഉണ്ടല്ലോ, അത് നമുക്ക് വേറെ ലെവലായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്ററിലാണ് സീനില്ലേ, ഒന്നുമല്ല സിനിമ കണ്ടു കഴിയുമ്പോൾ അമ്മാതിരി ലെവലായിട്ടുള്ള ഒരു ക്യാരക്ടർ പ്രസന്റേഷൻ ആയിരുന്നു മമ്മൂക്ക ഈ സിനിമയിൽ. ചില സീക്വൻസിൽ നമ്മൾ പറയത്തില്ല ആട്ടും തോലിട്ട് ചെന്നായി നിൽക്കുക, അതുപോലെ ഉള്ളിൽ അയാൾ ഒരു ഡെവിളാണ്. പക്ഷെ പുറത്ത് അത് കാണിക്കാൻ പറ്റൂലല്ലോ, പുറത്തൊരു സാധാരണ ഒരു മനുഷ്യനെ പോലെ ഇരിക്കണമല്ലോ. അപ്പൊ കാണിക്കുന്ന കുറെ കാര്യങ്ങളും ആൻഡ് അയാൾ ആ ഒരു ഡെവിൾ ആയതിനു ശേഷം, അല്ലെങ്കിൽ ആ രാക്ഷസനായതിനു ശേഷം കാണിക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. മോനെ ടോപ്പ് ലെവലായിരുന്നു. പറയുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും. അമ്മാതിരി ഒരു പെർഫോമൻസ് ആയിരുന്നു മമ്മൂക്ക ത്രൂ ഔട്ട് ദ മൂവിയിൽ. അത് വില്ലനിസം അറ്റ് പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. അത് ഓപ്പോസിറ്റ് നിൽക്കുന്ന ആരൊക്കെ വന്നാലും ശരി, മമ്മൂക്കയുടെ ആ ഒരു വില്ലനിസം അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷൻ ടോപ്പ് ലോച്ച് ആയിരുന്നു. സിനിമയുടെ സ്റ്റോറിയിലോട്ട് വരുമ്പോൾ നമുക്ക് ഓൾറെഡി അറിയാം സൈനൻ മോഹൻ ആരാണെന്നും എന്താണെന്നും ഓൾറെഡി എല്ലാവർക്കും അറിയുന്ന സ്റ്റോറി തന്നെയാണ്. അതിനെക്കുറിച്ച് ഒരുപാട് ഡോക്യുമെന്ററീസും സീരീസ് ഒക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഏകദേശം ഐഡിയ അറിയാം ഇത് എങ്ങോട്ടാ കഥ പോകുന്നത്. പക്ഷെ ആ സ്ക്രീൻ പ്ലേ നമുക്ക് അറിയുന്ന സ്റ്റോറി ആണെങ്കിലും വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സ്ക്രീൻ പ്ലേ ചെയ്തിരിക്കുന്നത്. മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്നത് ജിതിൻ കെ ജോസ് ആണ്. ജിതിൻ ആൻഡ് ജിഷ്ണു ആണ് ഈ ഒരു മൂവിയുടെ സ്ക്രിപ്റ്റ് ചെയ്തിരിക്കുന്നത്. രണ്ടുപേരും നല്ല അടിപൊളിയായിട്ട് തന്നെ റൈറ്റ് ചെയ്തിട്ടുണ്ട്. ഓരോ കാര്യങ്ങളും ഭയങ്കര ഡീറ്റെയിൽ ആയിട്ട് തന്നെ സംസാരിക്കുന്നുണ്ട്. സിനിമയുടെ സ്റ്റാർട്ടിങ് കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും എങ്ങോട്ടാ പോകുന്നത്. നമുക്ക് ഒരു പോയിന്റ് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം കഥ പ്രൊഡിക്ട് ചെയ്ത് ഓക്കെ ഇത് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഈ ഒരു ട്രാക്കിലാണ് പോകുന്നതൊക്കെ നമുക്ക് അറിയാം. പക്ഷേ ഈ റൈറ്റേഴ്സ് തന്നെ കൊണ്ടുപോകുന്ന ട്രാക്ക് ഉണ്ടല്ലോ ഭയങ്കര എൻഗേജിങ് ആയിരുന്നു. ചില ഏരിയാസിൽ വരുമ്പോൾ ചെറിയൊരു പ്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് സീക്വൻസ് വരുന്നുണ്ട്. അതായത് ഓക്കെ നമുക്ക് മനസ്സിലാവും ഓക്കെ അടുത്ത ഇതായിരിക്കും വരുന്നത്, അല്ലെങ്കിൽ അടുത്ത സീക്വൻസ് ഇങ്ങനെ ആയിരിക്കും, അല്ലെങ്കിൽ ഇതായിരിക്കും കണക്ട് ചെയ്യാൻ പോകുന്നത്. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ വരുന്നുണ്ട്. പക്ഷെ അതുപോലും ഭയങ്കര എൻഗേജിംഗ് ആയിട്ടാണ് അവർ കൊണ്ടുവരിക്കുന്നത്. ഫസ്റ്റ് ഹാഫിൽ ആ ഒരു ഇൻട്രോൾ സീക്വൻസിൽ ഒരു കിടിലൻ ട്വിസ്റ്റ് ഉണ്ട്. അതിന്റെ തൊട്ടുമ്പ് വരെ സ്റ്റോറി ഇങ്ങനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എൻഗേജ് ചെയ്ത് ആ ഒരു ഇന്റർവൽ പോർഷനിൽ കൊണ്ടൊരു സ്റ്റോപ്പാണ്. അതായത് അവിടെ ഒരു കിടിലൻ ട്വിസ്റ്റും വെച്ച് അവിടെ ഒരു ഫുൾ സ്റ്റോപ്പ് അങ്ങ് ഇടുവാണ്. ആ ഒരു പോയിന്റ് തൊട്ട് സിനിമയുടെ എൻഡ് വരെ ഭയങ്കര എൻഗേജിംഗ് ആയിട്ട് ഭയങ്കര ത്രില്ലിംഗ് ആയിട്ടാണ് സിനിമ കൊണ്ടുവരിക്കുന്നത്. മൂവിയുടെ സ്ക്രീൻ പ്ലേയിലോട്ട് വരുമ്പോൾ എൻ്റെ ഒരു മൂവി നല്ലൊരു എൻഗേജിംഗ് ഫാക്ടർ ഒക്കെ ഉണ്ടെങ്കിലും ചില ഏരിയാസിൽ എസ്പെഷ്യലി ആ ഒരു മൂവിയുടെ ആ ഒരു പീക്ക് പോയിന്റിൽ വരുമ്പോൾ ആ എൻഗേജിംഗ് ഫാക്ടർ ചെറുതായിട്ട് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. കാരണം നമുക്ക് ഓൾറെഡി അറിയാം അതിന്റെ കില്ലർ എന്താണെന്ന്, ബാക്കിയുള്ള എല്ലാ ഡീറ്റെയിൽസും അറിയാം. സോ ആ ഒരു കില്ലറിനെ ക്യാച്ച് ചെയ്യുന്ന ആ ഒരു മൂവ്മെന്റ് ആണ് സിനിമയുടെ ഒരു പീക്ക് എന്ന് വേണമെങ്കിൽ പറയാം. സോ ആ ഒരു പോയിന്റ് എത്തിയപ്പോൾ അതുവരെ ഉണ്ടായിരുന്ന ഒരു എൻഗേജിംഗ് ഫാക്ടർ ചെറുതായിട്ടൊന്ന് ഡൗൺ ആയതുപോലെ എനിക്ക് തോന്നി. അത് മാത്രമേ ഉള്ളൂ, വേറെ ഒരു കുഴപ്പമില്ല. ഓവറോൾ സിനിമയുടെ സ്റ്റോറി ടെല്ലിങ്ങും ആ ഒരു സ്ക്രീൻ പ്ലേ എല്ലാം അടിപൊളിയായിരുന്നു. ആ ഒരു എൻഗേജിംഗ് ഫാക്ടർ ഒരു പോയിന്റ് ആ സിനിമയുടെ ഒരു പീക്കായിട്ട് വരുന്ന ഒരു പോയിന്റിൽ ചെറുതായിട്ട് കുറഞ്ഞതുപോലെ എനിക്ക് തോന്നി, അത്രേ ഉള്ളൂ. എനിക്ക് റൈറ്റിംഗ്സ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ എന്ന് പറയുന്നത്, നമ്മളിപ്പോൾ ഒരു സീരിയൽ കില്ലറിന്റെ സ്റ്റോറി കാണുമ്പോൾ അഫ്കോഴ്സ് അവിടെ ഒരു സീരിയൽ കില്ലറിന് ഒരു ബാക്ക് സ്റ്റോറി അല്ലെങ്കിൽ അതിനെ ന്യായീകരിക്കാനായിട്ട് ഒരുപാട് കാര്യങ്ങൾ കാണും. സോ ഈ ഒരു മൂവിലോട്ട് വരുമ്പോൾ മമ്മൂക്കയെ പോലത്തെ ഒരു വലിയൊരു ആക്ടർ ഒരു സീരിയൽ കില്ലർ ആയിട്ട് വരുവാണോ, വില്ലനായിട്ട് വരുവാണോ, സോ അഫ്കോഴ്സ് ഒരു ആൾക്കാരെ കൺവിൻസ് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ക് സ്റ്റോറി കൊണ്ടുവയ്ക്കാം. അങ്ങനെയൊന്നും എവിടെയില്ല. പുള്ളിക്കാരന് ഇഷ്ടം കൊല്ലുക എന്നതാണ്, പുള്ളിക്കാരൻ കൊല്ലുന്നുണ്ട്, അത്രേ ഉള്ളൂ. അത്രേ അറിഞ്ഞാൽ മതി. അതിന്റെ അപ്പുറത്തേക്ക് വേറെ ഒരു സ്റ്റോറിയും ഇല്ല. ആൻഡ് ഇൻവെസ്റ്റിഗേഷന്റെ സൈഡ് നോക്കുവാണെങ്കിലും വളരെ നൈസ് ആയിട്ടാണ് ആ ഒരു വിനായകന്റെ ക്യാരക്ടർ ആ ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുന്നതും ഓരോ ഡീറ്റെയിൽസിലാണ് അയാൾ എത്തുന്നതും ഓരോ എവിഡൻസ് വെച്ച് അതിനെ കണക്ട് ചെയ്ത് മുന്നോട്ട് പോകുന്നതും അതൊക്കെ അടിപൊളിയായിരുന്നു. നമുക്ക് ഓൾറെഡി ആ ഒരു ഇവന്റിൽ പറഞ്ഞ പോലെ സംസാരിക്കാൻ അറിയില്ല എന്നേ ഉള്ളൂ, പക്ഷെ അഭിനയിക്കാൻ അറിയാം. അത് വിനായകൻ ഈ സിനിമയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ടാണ് സിനിമയിൽ പെർഫോം ചെയ്തിരിക്കുന്നത്. ഈച്ച് ആൻഡ് എവറി സീക്വൻസ് നല്ല കിഡിലായിട്ടാണ് പുള്ളിക്കാരൻ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ആ ഒരു പോലീസ് ഓഫീസർ ആയിട്ടുള്ള ഒരു ബോഡി ലാംഗ്വേജ് ആയാലും ശരി, ആ ഡയലോഗ് ഡെലിവറി ആയാലും ആ സിറ്റുവേഷൻ ഹാൻഡിലിംഗ് ആയാലും എല്ലാം നൈസ് ആയിരുന്നു. കിഡിലായിട്ടാണ് ആ ഒരു ക്യാരക്ടറിനെ മൂപ്പർ പെർഫോം ചെയ്തിരിക്കുന്നത് സിനിമയിൽ. ആൻഡ് വേറൊരു കാര്യം ഹൈലൈറ്റ് ചെയ്ത് പറയേണ്ട ഈ സിനിമയുടെ ടെക്നിക്കൽ സൈഡാണ്. സിനിമാറ്റോഗ്രാഫി, എഡിറ്റിംഗ്, കളറിംഗ് ആൻഡ് മ്യൂസിക് അടിപൊളിയായിരുന്നു. ടെക്നിക്കൽ സൈഡ് ഭയങ്കര ക്വാളിറ്റി ആയിരുന്നു ഓരോ കാര്യങ്ങളും കാണാനായിട്ട്. എസ്പെഷ്യലി സിനിമാറ്റോഗ്രാഫി ചെയ്തിരിക്കുന്ന ഫൈസിലാണ്. ഓരോ ഫ്രെയിംസും മാൻ കിടിലം. അതുപോലെ തന്നെയാണ് കളറിങ്ങും നൈസ് ആയിരുന്നു. ആ ഒരു കളർ ടൂണൊക്കെ നല്ല കിടിലായിരുന്നു. ആൻഡ് മ്യൂസിക് ചെയ്തിരിക്കുന്നത് മുജീബ് മജീദ് ആണ്. ഹാറ്റ്സ് ഓഫ് ടു യു ബ്രോ. കാരണം ആ ഓരോ ക്യാരക്ടേഴ്സിനുള്ള ഓരോ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഉണ്ടല്ലോ. ഇപ്പോൾ വിനായകൻ ആസ് എ പോലീസ് ഓഫീസർ ആൻഡ് മമ്മൂക്ക ആസ് എ സീരിയൽ കില്ലർ. സോ ഈ രണ്ട് ക്യാരക്ടേഴ്സിനുള്ള ആ രണ്ട് തീംഡ് ആയിട്ടുള്ള മ്യൂസിക്സും ആ ഒരു എൻറ്റയർ മൂവിക്ക് വേറൊരു മ്യൂസിക്കും ആൻഡ് ചെറിയൊരു വിൻറ്റേജ് സോങ് എല്ലാം പെർഫെക്റ്റ് ആയിരുന്നു. നല്ല കിടിലായിട്ടാണ് ഈ ഒരു എൻറ്റയർ മൂവിക്ക് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോ ഓവറോൾ നോക്കുവാണെങ്കിൽ നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ഉള്ള മൂവിയാണ്. എല്ലാവരും പോയി കണ്ടു നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.